ഇംഗ്ലീഷിൽ പിച്ച വച്ച് നടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ലളിതമായ 25 ഇംഗ്ലീഷ് വാക്യങ്ങൾ. നിന്നെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നൈസ് ടു മീറ്റ് യു. പറയൂ, നൈസ് ടു മീറ്റ് യു. റിപ്പീറ്റ്, നൈസ് ടു മീറ്റ് യു. നിങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. പറയൂ, ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. റിപ്പീറ്റ്, ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. നിനക്കും എനിക്കും സന്തോഷിക്കാൻ വകയുണ്ട്. നിനക്ക് എ ഗ്രേഡ് ഉണ്ട്, എനിക്ക് A+ ഉണ്ട്. യു ആൻഡ് ഐ ഹാവ് reasons to rejoice. You have A grade while I have A+. പറയൂ, you and I have reasons to rejoice. You have A grade while I have A+. Repeat, you and I have reasons to rejoice. You have A grade while I have A+. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പാർഡൺ മീ, ഐ കാൺ ഹിയർ വാട്ട് യു സേ. പറയൂ, പാർഡൺ മീ, ഐ കാൺ ഹിയർ വാട്ട് യു സേ. റിപ്പീറ്റ്, പാർഡൺ മീ, ഐ കാൺ ഹിയർ വാട്ട് യു സേ. നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ദർ ഈസ് നോ പ്രോബ്ലം ബിറ്റ്വീൻ യു ആൻഡ് മീ. പറയൂ, there is no problem between you and me. Repeat, there is no problem between you and me. നിങ്ങളും ഞാനും എന്തിന് വഴക്കിടണം? നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. Why should you and I quarrel? Why should you and I quarrel? Repeat, why should you and I quarrel? ഒടുവിൽ പറഞ്ഞ 2 വാക്യങ്ങൾ ചേർത്ത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്? നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ നമ്മൾ എന്തിന് വഴക്കിടണം? ഞങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുന്നവരാണ്. ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും പറയേണ്ടി വരുന്നൊരു വാക്യമാണ്. വി ആർ പീപ്പിൾ ലിവിങ് നിയർ ബൈ. പറയൂ, വി ആർ പീപ്പിൾ ലിവിങ് നിയർ ബൈ. റിപ്പീറ്റ്, വി ആർ പീപ്പിൾ ലിവിങ് നിയർ ബൈ. നിങ്ങളെന്നെ മറന്നോ? ഹാവ് യു ഫൊഗറ്റൻ മീ? ഹാവ് യു ഫൊഗറ്റൻ മീ? റിപ്പീറ്റ്, ഹാവ് യു ഫൊഗറ്റൻ മീ? ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്താണ്. പലരിൽ നിന്നും നമുക്ക് പലപ്പോഴായി കേൾക്കേണ്ടി വരുന്ന ഒരു വാക്യമാണിത്. ഐ ആം ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ. പറയൂ, ഐ ആം ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ. റിപ്പീറ്റ്, ഐ ആം ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ. നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? പഴയ കൂട്ടുകാർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? ഡോണ്ട് യു റിമെമ്പർ മീ? പറയൂ, ഡോണ്ട് യു റിമെമ്പർ മീ? റിപ്പീറ്റ്, ഡോണ്ട് യു റിമെമ്പർ മീ? അതാ ആ കാണുന്ന മനുഷ്യനാണ് എൻ്റെ അമ്മാവൻ. കുറച്ച് ദൂരെയായി മാറി നിൽക്കുന്ന എൻ്റെ അമ്മാവനെ ചൂണ്ടിക്കൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതാ ആ കാണുന്ന മനുഷ്യനാണ് എൻ്റെ അമ്മാവൻ. ദാറ്റ് മാൻ ഓവർ ദെയർ ഈസ് മൈ അങ്കിൾ. പറയൂ, ദാറ്റ് മാൻ ഓവർ ദെയർ ഈസ് മൈ അങ്കിൾ. റിപ്പീറ്റ്, ദാറ്റ് മാൻ ഓവർ ദെയർ ഈസ് മൈ അങ്കിൾ. ഉവ്വ്, എനിക്കറിയാം, ഞങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അമ്മാവനെ എൻ്റെ കൂട്ടുകാരന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ
കൂട്ടുകാരൻ പറയുകയാണ്, ഓ എനിക്കറിയാം, ഞങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. യെസ് ഐ നോ വി ഹാവ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് അവർസെൽസ്. പറയൂ. യെസ് ഐ നോ വി ഹാവ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് അവർസെൽസ്. റിപ്പീറ്റ്. യെസ് ഐ നോ വി ഹാവ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് അവർസെൽസ്. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാമോ? എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്നാണെങ്കിൽ ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. ഇവിടെ വെള്ളം അടുത്തില്ല, അപ്പോൾ കുറച്ച് ദൂരം നിന്ന് കൊണ്ട് തരണം. അതെങ്ങനെ പറയാം? വിൽ യു പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ. പറഞ്ഞേ. വിൽ യു പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ. റിപ്പീറ്റ്. വിൽ യു പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ. എനിക്ക് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. ഐ ആം കൺസേൺഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. പറയൂ. ഐ ആം കൺസേൺഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. റിപ്പീറ്റ്. ഐ ആം കൺസേൺഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകൂ. ടേക്ക് ദീസ് ബുക്സ് എവേ. പറയൂ. ടേക്ക് ദീസ് ബുക്സ് എവേ. റിപ്പീറ്റ്. ടേക്ക് ദീസ് ബുക്സ് എവേ. നീ നിൻ്റെ കാര്യം നോക്കൂ. ഈ വാക്യം തന്നെ ചില സ്ഥലങ്ങളിൽ നീ നിൻ്റെ പാട് നോക്കൂ എന്നും പറയാറുണ്ട്. അതെങ്ങനെ പറയാം? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യു മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നതാണ് നമ്മൾ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നും പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. പലർക്കും സ്വന്തം തെറ്റുകൾ സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസമാണ്. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. പറയൂ. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. റിപ്പീറ്റ്. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. നീ എന്നെ ചുമ്മാതെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. യു ആർ ജസ്റ്റ് ട്രൈങ് ടു സ്കെയർ മീ. പറഞ്ഞാട്ടെ. യു ആർ ജസ്റ്റ് ട്രൈങ് ടു സ്കെയർ മീ. റിപ്പീറ്റ്. യു ആർ ജസ്റ്റ് ട്രൈങ് ടു സ്കെയർ മീ. നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും പൊതുചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് സ്വാഗത പ്രസംഗമോ കൃതജ്ഞതയോ ആശംസാ പ്രസംഗമോ നടത്തേണ്ടി വരുമ്പോൾ പ്രാസംഗികരിൽ ചിലർ പറയുന്നതാണ്, നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിത്ത് യുവർ പെർമിഷൻ ഐ വാണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ്. അങ്ങനെയാണ്. വിത്ത് യുവർ പെർമിഷൻ ഐ വാണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ്. റിപ്പീറ്റ്. വിത്ത് യുവർ പെർമിഷൻ ഐ വാണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ്. എനിക്കിത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും പിരിവുകാർ വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറയാം, ഒരു 100 രൂപ സംഭാവന എഴുതിക്കോളൂ. അപ്പോൾ അവർ ചോദിക്കും, ഇപ്പോൾ ഉണ്ടോ പിന്നെ വരണോ? അപ്പോൾ നമുക്ക് പറയാം, എനിക്കിത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയും. അതെങ്ങനെ പറയാം? ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു റൈറ്റ് നൗ. പറയൂ. ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു റൈറ്റ് നൗ. റിപ്പീറ്റ്. ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു റൈറ്റ് നൗ. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? പല സന്ദർഭങ്ങളിലും പലർക്കും പലരോടും ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. ക്യാൻ യു ഡു മീ എ ഫേവർ? ക്യാൻ യു ഡു മീ എ ഫേവർ? റിപ്പീറ്റ്. ക്യാൻ യു ഡു മീ എ ഫേവർ? ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കാട്ടുതീയുടെ പ്രത്യേകത എന്താണ്? ഒരല്പം തീപ്പൊരി മതിയല്ലേ? അതുപോലെയാണ് ചില വാർത്തകൾ. കാട്ടുതീ പോലെ പെട്ടെന്ന് സമൂഹത്തിൽ പടരും. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ദ ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ.
പറഞ്ഞേ. ദി ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. റിപ്പീറ്റ്. ദി ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. നിങ്ങളോടൊരു മോശം വാർത്ത അറിയിക്കാനുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇപ്പോൾ വാർത്തകൾ തന്നെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. നല്ല വാർത്തകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ചില ബാഡ് ന്യൂസ്, അപ്പോൾ അത് ചിലരെ അറിയിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു മുൻകൂർ ജാമ്യം എടുക്കും. നിങ്ങളോട് ഒരു മോശം വാർത്ത അറിയിക്കാനുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ആം സോറി ടു സേ ദാറ്റ് ഐ ഹാവ് സം ബാഡ് ന്യൂസ് ഫോർ യു. പറയൂ. ഐ ആം സോറി ടു സേ ദാറ്റ് ഐ ഹാവ് സം ബാഡ് ന്യൂസ് ഫോർ യു. റിപ്പീറ്റ്. ഐ ആം സോറി ടു സേ ദാറ്റ് ഐ ഹാവ് സം ബാഡ് ന്യൂസ് ഫോർ യു. എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് സഹതാപമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാകും? അപ്പോൾ ഒരു മോശം അവസ്ഥയിൽ ആത്മാർത്ഥമായ ഉത്കണ്ഠ പങ്കുവയ്ക്കലാണ് ഇവിടെ നടക്കുന്നത്. ഐ ആം റിയലി സോറി ഫോർ യു, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് സഹതാപമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ഐ ആം റിയലി സോറി ഫോർ യു, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? റിപ്പീറ്റ്. ഐ ആം റിയലി സോറി ഫോർ യു, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് വഴി കാണിച്ചു തന്നതിന് വളരെ നന്ദി. ഇതെങ്ങനെ പറയാം? മെനി താങ്ക്സ് ഫോർ ഹാവിങ് ഷോൺ മീ ദ വേ. പറയൂ. മെനി താങ്ക്സ് ഫോർ ഹാവിങ് ഷോൺ മീ ദ വേ. റിപ്പീറ്റ്. മെനി താങ്ക്സ് ഫോർ ഹാവിങ് ഷോൺ മീ ദ വേ.